ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ 10 ആണ് കേട്ടോ. ഇന്ന് നമ്മൾ 10ാമത്തെ ദിവസമാണ്. 10ാമത്തെ ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇന്ന് ഇടാനായിട്ട് പോകുന്നത്. നല്ലൊരു അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കണ്ടു നോക്കാം കേട്ടോ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലും. ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ സവാളയ്ക്ക് യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ അതേ റിസൾട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെറിയുള്ളി നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിക്ക് നല്ല റേറ്റൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ. അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെട്ടിയോന്മാർ നമ്മൾ അടിച്ചോട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഒന്നും എടുക്കണ്ട, വളരെ കുറച്ചെടുത്താൽ മതി. ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളൊരു വെളുത്തുള്ളിയിൽ നിന്നും അതിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും മതിയാവും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 ഇതള എടുത്തിട്ടുണ്ട് കേട്ടോ. 6-7 അല്ലി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ ഈ വെളുത്തുള്ളി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിനകത്തോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പം ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഹെയർ പാക്ക് അല്ല കേട്ടോ, ഇതൊരു ക്രീമാണ്. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ക്രീം ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഒരു 8-10ഓളം ചെമ്പരത്തിൻ്റെ പൂവ് എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിൻ്റെ പൂവിന് പകരം ഇല എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൂവ് ഒത്തിരി ഉള്ളതുകൊണ്ട് പൂവാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒത്തിരി പൂവ് എടുത്തിട്ടില്ല, ഒരു 8-10ഓളം പൂവ് എടുത്തിട്ട് ബാക്കി കുറച്ച് പൂവ് ഞാനൊന്ന് ഡെക്കറേഷനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു ഹെയർ പാക്ക് ഇട്ട സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പൂവ് ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവട്ടെ എന്ന് ഓർത്ത് സൈഡിൽ വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ചെറുപഴമാണ് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുള്ളൊരു ചെറുപഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പഴം ഒഴിവാക്കരുത്, മുടി നല്ല സോഫ്റ്റായിട്ടും നല്ല സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പഴം മാക്സിമം എടുക്കുക. ഇനി നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം എല്ലാവരും വീട്ടിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ മാക്സിമം എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത് ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഒരു തിക്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയിട്ട് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊരു കുറച്ചുകൂടി ലൂസാക്കുന്ന രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കാരണം നമ്മുടെ ആ ഒരു പൂവിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ തരിയൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്കാൽപ്പിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, താരനും സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. നന്നായിട്ട് തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുമ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാകും കേട്ടോ. നല്ല രീതിയിലൊരു ജെല്ലിയായിട്ട് നല്ലൊരു ക്രീം ഫോമിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡേ 9 നമ്മളൊരു ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഹെയർ ടോണർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹെയർ ടോണറിൻ്റെ റിസൾട്ടാണ് കേട്ടോ. ഞാൻ ഹെയർ വാഷ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ആ ദിവസത്തെ ഇതാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോ മുടിയും നല്ല രീതിയിൽ വിട്ട് കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് കിടപ്പുണ്ട് ഡേ 9 ഒരു ഹെയർ ടോണർ കേട്ടോ. അപ്പോൾ അത് കയറി കണ്ടു നോക്കുക. അപ്പോൾ അത്രയും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൂപ്പർ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് മുടി നല്ല കണ്ടീഷണറായിട്ട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടോണറാണ്. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഹെയറൊക്കെ ഒത്തിരി ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം ഓയിലും ഒന്നിൽ ഹെയറിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പാക്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ജെല്ല് പോലെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് ഉള്ളത്. നമ്മുടെ ഈ ഒരു പഴവും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയും നമ്മുടെ ഈ
ചെമ്പരത്തി പൂവൊക്കെ അരച്ച് വന്നപ്പോൾ ഒരു നല്ലൊരു ജെല്ലി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കിൽ ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാച്ചി എടുത്തിട്ടുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ ആ ഓയിലിലേക്ക് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടു നോക്കട്ടെ ചാനലിൽ. അപ്പോൾ ഞാനിപ്പം ഒരല്പം ഓയിലും കൂടി ഒരു അര സ്പൂണോളം ഓയിലും കൂടെ ഈ ഒരു പാക്കിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഹെയറിലൊന്നും ഓയിൽ ഇട്ടിട്ടില്ല കേട്ടോ, പാക്കിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ ക്രീമിന്. കാരണം നല്ല വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുള്ളത് കാരണം നല്ലൊരു മണമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതൊരു പാക്ക് അല്ലെങ്കിൽ ടോണറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മുടിയുടെ കെട്ടെല്ലാം നന്നായിട്ടൊന്ന് ചീകിക്കളയാട്ടോ. നല്ല പല്ലകലമുള്ള ചീപ്പൊക്കെ ഉപയോഗിച്ചിട്ട് മുടിയുടെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീകിക്കളയുക. അതുപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് ചീകി ജട കളഞ്ഞ് അതുപോലെ തന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് ഈ ഒരു നമ്മുടെ ക്രീം തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിൽ ഞാൻ ഓയിലിടുന്നില്ല, പാക്കിലിട്ടിട്ടുള്ളത് കാരണം. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തോട്ടും മുടി ഒന്ന് ചീകിയിട്ടിട്ട് നമ്മുടെ കെട്ടെല്ലാം ഒന്ന് നന്നായിട്ട് കളയാം. എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. മുടിയിൽ നമുക്ക് തേക്കണമെന്നും നിർബന്ധമൊന്നുമില്ല, ബാക്കി വരുന്നതുണ്ടെങ്കിൽ മാത്രം നമുക്ക് തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പം മുടിയുടെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ ചെറിയ ചെറിയ പാർട്ടീഷൻസൊക്കെ എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ തവണ യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഡേ 10 ആണല്ലോ, അപ്പം നമ്മൾ 10ാമത്തെ ദിവസം ഈ ഒരു പാക്ക് ചെയ്താൽ മതി. അതല്ലാതെ നിങ്ങൾ ചലഞ്ചൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ഈ ഒരു പാക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ 2 ദിവസത്തിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ പഴം യൂസ് ചെയ്താൽ മതിയാവും. ബാക്കി സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പം ആഴ്ചയിൽ മാക്സിമം 2 ദിവസം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒത്തിരി ദിവസമൊന്നും ഇടണ്ട, ആഴ്ചയിൽ 2 ദിവസം. ഇപ്പോൾ ഒരു തിങ്കളാഴ്ചയാണ് ഇടുന്നുണ്ടെങ്കിൽ അടുത്തൊരു ശനിയാഴ്ച ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാക്കിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കൂടിപ്പോയാൽ ഒരു 5-10 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതിയാവും. ഞാനിവിടെ ഒരു 10-15 മിനിറ്റൊക്കെ വെക്കുകയാണ് കേട്ടോ. ഞാൻ പാക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. വോയിസ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ഇടുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യും. അപ്പോൾ കൂടിപ്പോയ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഞാൻ ഹെയർ വാഷ് ചെയ്യും കേട്ടോ. ഞാൻ എല്ലാ ദിവസവും അങ്ങനെയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടതിന് ശേഷം മാത്രമാണ് ഹെയർ വാഷ് ചെയ്ത് കളയുന്നത്. ഞാൻ വീഡിയോ ഇടുന്ന ആ ദിവസം തന്നെയാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് എടുക്കുന്നത്. അന്നന്ന ദിവസങ്ങളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഹെയർ പാക്ക് ഇടുന്നതും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ എൻ്റെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ബാലൻസ് വന്നത് മാത്രമാണ് ഹെയറിൻ്റെ ലെങ്ത്തിലോട്ട് തേച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ചലഞ്ചിലില്ലാത്തവർ വേണമെങ്കിൽ ചലഞ്ചിലില്ലാത്തവർ 2 ദിവസം യൂസ് ചെയ്യാം. ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മുടി നന്നായിട്ട് സോഫ്റ്റ് ആകാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. പിന്നെ നീരിറക്കം, തൈറോയ്ഡ് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർ ഒരുപാട് സമയമൊന്നും ഒരു ഹെയർ പാക്കും വെക്കരുത്. മാക്സിമം ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഒരു ചലഞ്ച് തീരുന്നവരെ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയും. നമ്മുടെ ഹെയർ നന്നായിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബക്കറ്റ് വാഷ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിൽ കൂടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ സ്കാൽപ്പും അതുപോലെ തന്നെ ഹെയറൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിക്കോളും. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ 10 ഹെയർ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെയർ ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.